എനിക്ക് വിശ്വാസമാവണില്ല. ഞാൻ വീണ്ടും ചതിക്കുമെന്ന് കരുതിയോ? പോകാം. നാണുണ്ടോ ഏട്ടന്? ഒരു അലവലാതി ക്രിസ്ത്യാനി ചെക്കന്റെ കൂടെ പെങ്ങളെയും കൂട്ടിവിട്ട് നിങ്ങളെ തെണ്ടിത്തരാ കാട്ടി. ഇതിലും ഭേദം ചത്തൂടെ? അത് ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ട് പോയതാണോ അവള്? പറയട്ടെ, അറിഞ്ഞില്ല എന്ന് പറയട്ടെ. തലേന്ന് ഭാരം ഒഴിക്കണം. എന്നിട്ട് വേണം ആ കൊച്ചു പെണ്ണും കൂടെ ഇവിടെ സൂചിച്ച് ജീവിക്കാൻ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി എങ്ങനെ ജീവിക്കൂ നാട്ടില്? ഞങ്ങളുടെയൊക്കെ മുഖത്ത് ഇങ്ങനെ കരിവാരി തേക്കണോടാ? മതിയടി, മാനക്കേട് എല്ലാവർക്കും ഉണ്ട്. എന്തിനാ എല്ലാരും കൂടി എന്റെ മോന്റെ മേക്കട്ട് കയറണ? പറഞ്ഞാണ് ഞങ്ങളന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സൂക്ഷിക്കണമെന്ന്. പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുമ്പോ അത് വല്ലതും കേറോ? ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. ക്രിസ്ത്യാനിയോ മാപ്പിളയോ ചാത്തനോ പോത്തനോ ആരും വന്ന് കയറിയാലും കുഴപ്പമില്ല. നിർത്ത്. അറിഞ്ഞോണ്ടാ, എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ. ആരാ ചോദിക്കാൻ? എന്റെ പെങ്ങൾ തന്നെ അവള്. ഇന്നേ നീ ഓർത്തുള്ളൂ. 5-6 മാസമായിട്ട് അവിടെ ഇവിടെ ഉണ്ടല്ലോ. ചത്തോ ജീവിച്ചോ എന്നറിയാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നീ? ഇതുവരെ എവിടെ ആയിരുന്നു എല്ലാരും? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും കൂടും ഉണ്ട് ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഈ മാനക്കേട് ഞാൻ ചുമന്നോളാം. അല്ല, സുധാകരൻ ആ പറഞ്ഞ ന്യായമല്ല. പിന്നെന്താ ന്യായം? 5-6 കൊല്ലായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. അനിയന് വേട്ടത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു. അതിലെന്താ കുഴപ്പം? ഇവൻ പ്രേമിച്ചല്ലേ കെട്ടിയത്? കെട്ടുതാലി വരെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് നടത്തിയത്. എനിക്ക് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഗുണത്തിനും ദോഷത്തിനും നിങ്ങളുടെ ആരുടെയും മുന്നിൽ ഞാൻ വരില്ല. പോരെ? ഇല്ല, ഇങ്ങനൊരു പേടിത്തൊണ്ടി മോൾക്ക് പേടില്ല അല്ലേ? മോള് വാ, ഇനി ഞാനും മോളാടാം. ഇനി ഞങ്ങളെ നാട്ട് കാണട്ടെ. സുധാരേട്ടൻ എന്തത്? എന്നോട് ക്ഷമിക്കണം. ഏട്ടനൊരു വിഷമമില്ല നിന്നോട്. നീ സന്തോഷമായിട്ടിരുന്നാ മതി. ഏട്ടന്റെ ജീവിതത്തിനൊരു വിലങ്ങ് തടി ആവരുതെന്ന് വിചാരിച്ചുള്ളൂ ഞാൻ പോരുമ്പോ. പക്ഷെ ഇപ്പൊ ഞാൻ ജീവിക്കട്ടെ ഇവിടെ. മതി ഏട്ടൻ, അത് മതി. ഇത് കുറച്ച് കാശ ഏട്ടൻ ബാങ്കിലിട്ടിരുന്നതാ. എനിക്കെന്തിനാ കാശ്? ഞാൻ വാങ്ങില്ല. വാങ്ങണം, എന്നാലേ ഏട്ടന് സമാധാനം. അകത്തേക്ക് വന്നൂടെ? ഇപ്പൊ വേണ്ട, പിന്നെ ആവട്ടെ, വരാം. ഏട്ടാ, എന്തു? ഒന്നും അറിയില്ല. ഏട്ടൻ തോറ്റു കൊടുക്കരുത്. ആ കുട്ടി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് കാണാനോ എന്താണ് അവസ്ഥ എന്നറിയാനോ കഴിയണില്ല. ഗോപാലേട്ടനൊന്ന് പോയി അന്വേഷിക്കോ? ഞാൻ പോയാ എന്നെ അനുവദിക്കുവര്? പിന്നെന്താ ചെയ്യാ? രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഒന്നുകിൽ മറക്ക, അല്ലെങ്കിൽ റെഡിയായിട്ട് ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുവരിക. ഞാൻ റെഡി. എന്താ? ഓർമ്മയുണ്ടോ എന്നെ? ഡോക്ടർ രാമോഹനല്ലേ? ഞാൻ വന്നിട്ട് 2-3 മണിക്കൂറായി. വെയിറ്റ് ചെയ്യായിരുന്നു. വേണ്ട, ഞാൻ വന്നത് അറിയാം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ ആ കുട്ടിയോട് പറയാ. പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തർ മാറി മാറി പറഞ്ഞു. അവൾ വഴങ്ങുന്നില്ല. എങ്ങനെ ഇത്ര ചുരുങ്ങിയ നാളുകൊണ്ട് അവൾ സ്നേഹം മുഴുവൻ നിങ്ങൾ നേടിയത്? കൺഗ്രാറ്റ്സ്. ഞാനാരെയും വശീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാ. എന്നെ വിളിച്ചുണർത്തിയിട്ട് ഞാനൊരു മനുഷ്യൻ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നതല്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ വരാൻ ധൈര്യപ്പെട്ട് തന്നെ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. വെറും 3-4 മാസമേ ഉള്ളൂ. പക്ഷേ
എന്റെ സ്നേഹവും മനസ്സും എനിക്കറിയില്ല, ഞാൻ അത്രമാത്രം സ്നേഹിച്ചു പോയി. പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. മനസ്സിലാവും, ശരിക്കും മനസ്സിലായി. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവും, ഐ ഹോപ്പ്. പക്ഷേ അവൾക്കത് മനസ്സിലാവുന്നില്ല. അവൾ പറയുന്നത് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഗ്രീൻ കാർഡ് മാത്രമായിട്ടാ ഞാൻ അവളെ കാണുന്നതെന്നാ. അല്ല, സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഏതൊരു ഡോക്ടർ അംബീഷനാ. അല്ലാതെ ഇതൊന്നും എന്നോട് പറയണ്ട. ഓക്കെ, ഇനി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹം അവളുടെ വെറും ഫ്രസ്ട്രേഷൻ മാത്ര. അമ്മാവനോട് എന്നോടൊക്കെയുള്ള പരിഭവം, പ്രതികാരത്തിന്റെ സുഖം കഴിയുമ്പോ അവളുടെ മുമ്പിൽ നിങ്ങൾ ആരാണെന്നറിയോ? വെറും ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാൻ. നിങ്ങൾ ഈ പറയുന്ന സ്നേഹമുണ്ടല്ലോ, വെറും പഴത്തൊലി പോലെ അവൾ വലിച്ചെറിയും. ബെസ്റ്റ് ഓഫ് ലക്ക്. മോൾക്ക് അച്ഛന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അച്ഛൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ അവളെ കൊണ്ടുപോകണം. ഇനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട അച്ഛ, എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം, അതാ നല്ലത്. അച്ഛൻ എല്ലാത്തിനും വരുന്ന നീയാ, അതെന്റെ മോളും മനസ്സിലാക്കുക. മോള് വരേണ്ട. ഒരു തെറ്റൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും പറ്റും, അത് മനസ്സിലാക്കുക. മോഹനോടൊന്ന് ചോദിച്ചിട്ട് പോരടാ. മോഹനും അതന്നെ പറയണേ. എല്ലാരും ഇനി നാട്ടിൽ ജീവിക്കുക. അവനും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതിയെന്നാ ഇപ്പൊ. ഒരു ദുർവാശിക്ക് വേണ്ടി വെറുതെ എല്ലാവരുടെയും ലൈഫ് കളയണം എന്തിനാ? ദുർവാശി എന്ന് പറഞ്ഞ് തള്ളി കളഞ്ഞാൽ ശരിയാവില്ല. അവളുടെ മനസ്സ് നമ്മൾ കണ്ടിട്ടില്ല. എന്റെ ഭാഗത്താണ് തെറ്റ്. ഞാനെല്ലാം സെൽഫിഷായി. അമ്മാമേ, അയാൾ വന്നിട്ടുണ്ട്. ആര്? സുധാരൻ നായർ. അയാൾക്ക് ഇന്ദുവിനോട് സംസാരിക്കണം. സംസാരിക്കണമെന്നോ? അടിച്ചിറക്കണ അവനെ. അച്ഛൻ ഇങ്ങനെ ക്ഷോഭിക്കല്ലേ, അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചെല്ല്, ചെന്ന് സംസാരിക്ക. മോഹൻ, നീ ചെല്ലുകൂടെ. എന്തിന്? അയാൾ കുത്തിക്കൊണ്ട് പറന്നു പോകുന്നില്ല. സംസാരിക്കട്ടെ. എനിക്ക് പറ്റില്ല ഇതിനൊന്നും കൂട്ടുവെക്കാൻ. മോഹൻ, മുത്തച്ഛനെ വിളിക്കേ. വെറുതെ അയാളോട് എന്തെങ്കിലും പറയണ്ട. മൂന്നാല് ദിവസം കൊണ്ട് കുട്ടി വല്ലാണ്ടായിപ്പോയല്ലോ. കരയണ്ട, ഞാൻ പറയണത് സമാധാനമായിട്ട് കേൾക്കണം. എന്തിനാ കരയണേ? നമ്മളെ ഓർത്ത് എത്ര പേരാ ദുഃഖിക്കണേ. നമ്മളൊക്കെ മനുഷ്യരാ, ചിലപ്പോ തെറ്റ് പറ്റും, അറിഞ്ഞും അറിയാതെ. തെറ്റാണെന്ന് തോന്നുമ്പോ തിരുത്താൻ നോക്കുക, അത്രേ ചെയ്യാൻ പറ്റൂ. ഞാനെപ്പോഴും വരാൻ തയ്യാറാ, എന്നെ കൊണ്ടുപോകെ. എന്നിട്ട് ഒരു ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാന്റെ കൂടെ ഓരോന്നിനും ഓരോ യോഗണ്ട്, ചേർച്ചുണ്ട്. ഈ കാക്കയുടെ കൂട്ടിൽ കുയില് മുട്ടറിന് കേട്ടിട്ടില്ലേ? വിരിഞ്ഞു കുഞ്ഞാവണവരെ കാക്ക കരുതുന്നത് എന്താ? എന്റെ കുട്ടി. എന്നാ കാക്കയ്ക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, വളരുമ്പോ കുയിലിനെ പോലെ കൂന്നും പറന്നു പോകുന്നൊക്കെ അറിയാം. അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല. അച്ഛനും ഡോക്ടർ രാമോഹനും ഒക്കെ എന്നോട് സംസാരിച്ചു. ആലോചിച്ചപ്പോ അവര് പറഞ്ഞത് വളരെ ശരിയാ. തെറ്റുപറ്റിയത് നമുക്കാ. അമ്മന്തോ കുട്ടി തന്നെയാ, തെറ്റുപറ്റും. ഞാനതാണോ? നന്ദികേടാ കാട്ടിയത്. ഇപ്പോ എനിക്ക് എന്നോട് ദേഷ്യം തോന്നാ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നമ്മുടെ തെറ്റുകള് നമ്മളെക്കാൾ വേഗത്തിൽ മനസ്സിലാകും മറ്റുള്ളവർക്കാ. നമുക്കത് ഏറ്റവും അവസാനം മനസ്സിലാവൂ. ഓരോ ജന്മത്തിലും നമുക്ക് ഓരോ വിധിയാ. ഈ ജന്മത്തില് മുല്ലശ്ശേരിയിലെ കുട്ടിയായിട്ട് ജനിച്ച് ഡോക്ടർ രാമോഹന്റെ ഭാര്യയായിട്ട് നല്ല അന്തസ്സും ബഹുമാനവും ഒക്കെ കിട്ടി സൗഭാഗ്യവതിയായിട്ട് കഴിയാനാ കുട്ടിയുടെ വിധി. എന്റെ ആണെങ്കിലോ ഓരോ മുട്ട വിരിഞ്ഞും കുയിലുകൾ പറന്നു പോണ കാണുക, കുറെ പൂക്കൾ വളർത്തുക, അതിന്റെ കാവൽക്കാരനായിട്ട് സുഖമായിട്ട് കഴിയാ. തലയിൽ വരച്ചിട്ടുണ്ടേ. അടുത്ത ജന്മത്തില് ഒരു കുതിരയൊക്കെ വാങ്ങി
ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് രാജകുമാരിയെ രക്ഷിച്ചോണ്ട് പോകും. ആ ജന്മത്തേക്ക് ഓർത്തു വെക്കാൻ ഞാനൊരു സമ്മാനം തരാം. ഇത് വാങ്ങ. ഇത് എന്റെ മനസ്സാണ്. ഇതിന്റെ എതളുകൾ കൊഴിഞ്ഞു പോവും എന്റെ ജീവിതം പോലെ. പക്ഷേ ഈ ഓർമ്മ ഉണ്ടല്ലോ, അതുണ്ടാവണം അടുത്ത ജന്മത്തേക്ക്. Ha 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 ha!